കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങി ബി.ജെ.പി. സിദ്ധരാമയ്യ സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ഡി.കെ. ശിവകുമാർ പക്ഷം എം.എൽ.എമാർക്ക് സിദ്ധരാമയ്യയിൽ വിശ്വാസമില്ലെന്നും ബി.ജെ.പി. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമെന്നും ബി.ജെ.പി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, കർണാടകയിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള വടംവലിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് സിദ്ധരാമയ്യ മാറണം. ടേം അനുസരിച്ച് തനിക്കാണ് ഇനി അടുത്ത അവകാശമെന്നാണ് ഡി.കെ. പറയുന്നത്. രണ്ടുപേരും ഹൈക്കമാൻഡിനെ കണ്ട് തങ്ങളുടെ നിലപാടുകൾ ഉന്നയിച്ചും കഴിഞ്ഞു. ഇവിടെ ഹൈക്കമാൻഡ് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലാണ്, ഒരു ത്രിശങ്കു സ്വർഗത്തിലാണ്. ഇവിടെയാണ് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാകുന്നതും ബി.ജെ.പിയുടെ അവിശ്വാസ പ്രമേയ സാധ്യതയുമല്ലേ? തീർച്ചയായിട്ടും ഈ കർണാടകയിലെ അധികാര തർക്കം, ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി, അത് ഇവരുടെ വകുപ്പുകളിലേക്ക് മാറി ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നേടിയെടുക്കുവാൻ വേണ്ടി വലിയ രീതിയിൽ വിഷമിക്കുന്നു. ജനങ്ങളാണ് ഇതിൽ ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ള സിദ്ധരാമയ്യയിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ബി.ജെ.പി. വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ സിദ്ധരാമയ്യക്കെതിരെ, സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാൻ വേണ്ടി ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡി.കെ. ശിവകുമാർ പക്ഷക്കാരായ എം.എൽ.എമാർ പോലും ഇപ്പോൾ സിദ്ധരാമയ്യയെ പിന്തുണയ്ക്കുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ അതിൽ ബി.ജെ.പിക്ക് നേട്ടമുണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് നീങ്ങുന്നത്. അതേസമയം ഈ കർണാടക പ്രശ്നത്തിലേക്ക് വരുമ്പോൾ എ.ഐ.സി.സി. നേതൃത്വം ഇടപെട്ട് വിശദമായ ചർച്ച നടത്തിയിട്ടും അതിനൊരു അന്തിമ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം വന്നപ്പോഴൊക്കെ തന്നെ എ.ഐ.സി.സി. നേതൃത്വം ഇടപെട്ട് വ്യക്തമാക്കിയതുപോലെ 2.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിദ്ധരാമയ്യ കസേരയിൽ നിന്ന് ഒഴിഞ്ഞ ഡി.കെ. ശിവകുമാറിന് സ്ഥാനം നൽകണമെന്നുള്ള വ്യവസ്ഥ പാലിക്കണമെന്നുള്ളതാണ് ഡി.കെ. ശിവകുമാർ പക്ഷത്തു നിന്നും കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം സിദ്ധരാമയ്യ ഇനി വീണ്ടും 6 മാസം സമയം കൂടി വേണം. അടുത്ത വർഷം മെയ് 20 ആകുമ്പോഴേക്കും 3 വർഷം പൂർത്തിയാകും. 3 വർഷം തന്നെ തുടരാൻ അനുവദിക്കണമെന്നുള്ളതാണ് പ്രധാനമായും സിദ്ധരാമയ്യ ഇപ്പോൾ ഈ എ.ഐ.സി.സി. നേതൃത്വത്തിന് മുന്നിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും താൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്യുകയുണ്ടായി. പറഞ്ഞ വാക്ക് പാലിക്കണം, വാക്കാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളതാണ് പ്രധാനമായും ഇതിലൂടെ അദ്ദേഹം ഒരു ഒളിയമ്പിലൂടെ സിദ്ധരാമയ്യയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വാക്കാണ് യഥാർത്ഥ ശക്തി. അത് ജഡ്ജി ആണേലും പ്രസിഡന്റ് ആണേലും താനാണേലും വാക്ക് പാലിക്കുവാൻ തയ്യാറാകണം എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. അതായത് സിദ്ധരാമയ്യ സ്ഥാനം ഒഴിഞ്ഞ് തന്നെ മതിയാകൂ എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു ട്വിറ്റർ പോസ്റ്റിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. 2.5 വർഷം കഴിഞ്ഞ് 20-ന് പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാക്ക് പാലിക്കുവാൻ തയ്യാറാകണം. ആരിടപെട്ടാലും ഒരു തരത്തിലുള്ള തീർപ്പിനും തയ്യാറല്ല എന്നുള്ളതാണ് അടുത്ത സമ്മേളന കാലയളവിൽ ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ബി.ജെ.പി. അതേസമയം തന്നെ ജനങ്ങൾക്ക് ഈ സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേതാക്കൾ തന്നെയാണ് ഒരു കസേരയ്ക്കായി, മുഖ്യമന്ത്രി കസേരയ്ക്കായി ഇങ്ങനെ കൊമ്പ് കോർക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങൾ ആരെ ആശ്രയിക്കണമെന്ന ചോദ്യത്തിലാണ്. ഇവിടെ ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട് എന്താണ്? ഡി.കെ. ശിവകുമാറിന് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ? സുരേഷ്, അതായത് കോൺഗ്രസിന് ഭാരതത്തിൽ അധികാരമുള്ളതാകെ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. അത് നമ്മുടെ ദക്ഷിണ ഭാരതത്തിലെ തെലങ്കാനയിലും കർണാടകയിലും, പിന്നെന്നുള്ളത് ഹിമാചൽ പ്രദേശിൽ മാത്രമാണ്. വേറെ ഒരു സംസ്ഥാനങ്ങളിലേക്കും വേരുറപ്പിക്കാനോ വേരിറക്കാനോ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആകെ അധികാരമുള്ള 3 സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്നുള്ളത് കർണാടക തന്നെയാണ്. ആ കർണാടകയിൽ ഇപ്പോൾ തമ്മിൽ തല്ലി കോൺഗ്രസ് ശിഥിലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. എ.ഐ.സി.സി. നേതൃത്വം ഈ വലിയ വിപത്ത് തിരിച്ചറിയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ധരാമയ്യ അയ്യക്കൊപ്പം നിന്നുകൊണ്ട് താൽക്കാലികമായി പ്രശ്നപരിഹാരത്തിന് വേണ്ടി എ.ഐ.സി.സി. നേതൃത്വം ശ്രമം നടത്തുന്നത്. കെ.സി. വേണുഗോപാൽ ആണേലും രാഹുൽ ആണേലും ഒക്കെ തന്നെ ഇതിനോടകം തന്നെ പല കുറി ചർച്ചകൾ നടത്തി കഴിഞ്ഞു. എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഡി.കെ. ശിവകുമാറും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന എം.എൽ.എമാരും ഉള്ളത്. കർണാടകയിൽ അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇതുവരെ തന്നെ തഴയപ്പെട്ടു, അല്ലെങ്കിൽ തന്നെ എ.ഐ.സി.സി. നേതൃത്വം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തഴഞ്ഞു എന്നുള്ളതാണ് ശിവകുമാറിന്റെ വാദം. കെ.പി.സി.സി. അധ്യക്ഷന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ മുൻനിർത്തി. എന്നാൽ തന്നെ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി മനഃപൂർവ്വം ഈ കെ.പി.സി.സി. അധ്യക്ഷന്റെ സ്ഥാനം തന്മേലേക്ക്
അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ശിവകുമാറിനൊപ്പം നിൽക്കുന്നവരും വ്യക്തമാക്കുന്നത്. ഡി കെ സുരേഷ്, ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ്, അദ്ദേഹം MP ആയിരുന്നു. ഡി കെ സുരേഷും വ്യക്തമാക്കിയത് സിദ്ധരാമയ്യ വാക്ക് പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ലാത്ത പക്ഷം വലിയൊരു പോരിലേക്ക് അല്ലെങ്കിൽ വലിയ ഒരു ശിഥിലമാകുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് കർണാടകത്തിൽ പൂർണ്ണമായും ശിഥിലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് നീങ്ങുന്നത് എന്നുള്ളതും ബോധ്യമാകുന്നു. പ്രത്യേകിച്ച് AICC നേതൃത്വവും അതേപോലെ തന്നെ AICC നേതൃത്വം ചെയ്യിച്ച ചില ഉന്നതരുമൊക്കെ പലതവണ ഇരു നേതാക്കളുമായി, സിദ്ധരാമയ്യയും അതേപോലെ തന്നെ ഡി കെ ശിവകുമാറുമായി ചർച്ച നടത്തി. എന്നാൽ ആരും രണ്ടു കൂട്ടരും അതിന് വഴങ്ങുന്നില്ല, തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അവസ്ഥയിൽ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ AICC നേതൃത്വം ഒരു വലിയ ത്രിശങ്കുവിൽ തന്നെ നിൽക്കുകയാണ്. സുരേഷ്, അധികാര തർക്കത്തിലാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം. അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങിയിരിക്കുകയാണ് BJP. നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.